ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് അല്ലമീൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ശ്രീരാം എത്തി. ഇന്നിവനാണ് എൻ്റെ സാരഥി. കഴിഞ്ഞോടെ നിജാസിനെയും കൊണ്ട് ആസിഫലിയുടെ കല്യാണത്തിന് പോലത്തെ വള്ളികളൊന്നും ഞാൻ പിടിച്ചില്ല. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി എന്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. പിന്നെ കേട്ടെന്നുള്ള ഭാവത്തിൽ ഞാൻ ബേക്കിരുന്ന് മൂളി കൊടുക്കും. വഴിയിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ചെറിയ ആക്സിഡൻ്റ് ആയതുകൊണ്ട് പിന്നെ ആ വണ്ടിയൊന്നും നമ്മൾ നിർത്തിയില്ല. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെയാണ് എത്തിയത്. നമുക്ക് മുമ്പ് അവിടെ അരുണുണ്ടായിരുന്നു. അവൻ കമ്പനി ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കുറച്ച് നേരം നിന്നപ്പോഴാണ് ഉമാർ വന്നത്. പിന്നെ ഉമാരെ ഇൻട്രഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം, സെലിബ്രിറ്റീസാണ്. ഞാനും ശ്രീരാമും അരുണും കൂടെ ഓരോ ഐറ്റംസ് ട്രൈ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വാറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കാണ് പെണ്ണിൻ്റെ എൻട്രി. ഇതാണ് അല്ലമീൻ്റെ പെണ്ണ്. എങ്ങനെയുണ്ട് ഗൈസ്? പെണ്ണ് വന്നപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് റാഞ്ചി കൊണ്ടുപോയി. ഇനിയിപ്പോൾ അല്ലമീ വരുന്നവരെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് തന്നപ്പോഴത്തേക്ക് അല്ലമീ എത്തി. അവൻ ഇതൊന്നും മുൻപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ വന്ന ഉടനെ കാറിൽ നിന്ന് ചാടി ഇറങ്ങാൻ നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ തിരി ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അബദ്ധം പറ്റിയ പുറത്ത് കാണിക്കാതെ പുള്ളി ഫോൺ നോക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ചെറുക്കൻ്റെ ഉമ്മ. പെണ്ണിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ചെറുക്കനെ കണ്ടില്ല. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്ലോ മോഷൻ എഫക്റ്റ് കൊടുക്കണമെന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് ചെറുക്കൻ പറഞ്ഞു. അവൻ ആനയിച്ചുകൊണ്ട് എല്ലാവരും അകത്തോട്ട് പോയി. അപ്പോഴാണ് ആസിഫ് അലിയും പെണ്ണും വന്നത് കണ്ടത്. ഇവനെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇതാണ് ജാസി. ഈ നിരന്ന് നിൽക്കുന്നവരില്ലേ, ഇവരിങ്ങനെ നിൽക്കേണ്ടവരല്ല. അല്ലമീനെ ആനയിച്ച് കൊണ്ടുപോകേണ്ടിയിരുന്ന ടീംസായിരുന്നു. ഇവർ വരും മുമ്പേ അല്ലമീൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ ചെറുക്കൻ്റെ പെണ്ണിനെ സ്റ്റേജിൽ കയറി കാണാൻ പോകും മുമ്പേ എന്ന് ശ്രീരാം ഇടന്ന് വിളിച്ചുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെ കാണാൻ അല്ലമീൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടതല്ലേ, എന്തായാലും അങ്ങോട്ട് വന്ന് കണ്ടു ഈ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. ടോമിനെ കണ്ട ഗോയ്സ്, ഇതാണ്ടേക്കിന് അല്ലമീൻ്റെ ഒപ്പം ക്യൂ നിന്ന് ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയാണ് നമ്മൾ. പിന്നെ അവൻ്റെ കൂടെ പെണ്ണിൻ്റെ നമ്മൾ ഭയം പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. നമ്മളും സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് ടാറ്റ പറഞ്ഞ് പിരിഞ്ഞ്. ഇവൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ജിമ്മിൽ പോകണമെന്ന് അടിക്കാൻ വേണ്ടി ഈ ഷോപ്പ്. എറണാകുളത്താണ് ജോലി ചെയ്യുന്നതൊക്കെ പറയുന്നത്. ആരെങ്കിലും അവനെ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അവൻ എന്തൊരു ജോലിയാണെന്ന്. അങ്ങനെ അരുണോടും ബൈ പറഞ്ഞ് ശ്രീരാമനോട് യാത്ര തിരിച്ച് നേരെ ചെന്ന് നിർത്തിയത് ലിച്ചി ആറ്റിങ്ങൽ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് സോഡ നാരങ്ങ വേണമെന്ന് പറഞ്ഞ് ശല്യം തന്നെ. പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ മൈര എന്നെ വീട്ടിൽ കൊണ്ടുപോകില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്തൊരു കാര്യമായിട്ടൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഞാനായിരുന്നു ഓ ഈ എന്നൊക്കെ പറഞ്ഞ് മൂളി എന്നെ വീട്ടിലാക്കിയിട്ട് പുള്ളിക്ക് എന്തൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്.